എന്നെ കണ്ടാൽ എന്തെങ്കിലും പന്തികേട് തോന്നുന്നു. ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും രസകരമായ ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഇതെന്നോട് ചോദിച്ചിട്ടുള്ളവരിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. വളരെ സാധാരണക്കാരായ ആളുകൾ മുതൽ പ്രൊഫസേഴ്സ്, സയന്റിസ്റ്റ്, ആത്മീയ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ ജീവിതത്തിന്റെ പല തുറകളിലും ഉള്ള വ്യക്തികൾ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ കണ്ടാൽ എന്തെങ്കിലും പന്തികേട് തോന്നുമോ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചേതോവികാരം എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആം ഐ മെന്റലി ഫിറ്റ്? എൻ്റെ മാനസിക ആരോഗ്യസ്ഥിതി നല്ലതാണോ, ഹെൽത്തി ആണോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഒരാൾക്കൊരു പനി വരുമ്പോൾ തിരിച്ചറിയാൻ നമുക്ക് ടെമ്പറേച്ചർ അളക്കാൻ തെർമോമീറ്റർ ഉണ്ട്. പ്രഷർ കൂടിയോ എന്ന് സംശയം തോന്നിയാൽ അളന്നു നോക്കാൻ സ്പിഗ്മോ മാനോമീറ്റർ എന്ന യന്ത്രം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ശാസ്ത്രം ഇതേവരെ ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനമാണെന്ന് നമുക്കറിയാം. 1.34 കിലോഗ്രാമോളം വരുന്ന ഈ തലച്ചോറിൽ 100 ബില്യൺ ന്യൂറോൺസും ഈ 100 ബില്യനെ പരസ്പരം കണക്ട് ചെയ്യുന്ന 100 ട്രില്യൺ കണക്ഷൻസും ഉണ്ട്. ഇത്തരം സങ്കീർണമായ ഒരു മനസ്സിനെ മനസ്സിലാക്കാൻ തക്കവിധം നമ്മുടെ ഇന്നത്തെ ശാസ്ത്രം വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മാനസിക ആരോഗ്യ വിദഗ്ധർ എങ്ങനെയാണ് ഒരാളുടെ മാനസിക നിലയെ അളക്കുന്നത്? 3 കാര്യങ്ങളിലൂടെയാണ് അവരിത് മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയുടെ ചിന്ത, ഒരു വ്യക്തിയുടെ വികാരം, ഒരു വ്യക്തിയുടെ പെരുമാറ്റം. ഈ 3 തലങ്ങളെ പരിശോധിച്ചുകൊണ്ടാണ് ഒരാളുടെ മാനസിക ആരോഗ്യ നിലയെക്കുറിച്ച് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ നിർണയം നടത്തുന്നത്. ചിന്തയെ തന്നെ നമുക്കെടുക്കാം. ചില വ്യക്തികൾ ജീവിതത്തിന്റെ ബാക്കി എല്ലാ മേഖലകളിലും വളരെ നന്നായി പെരുമാറുന്ന ആളായിരിക്കാം. പക്ഷേ ചിന്തയിൽ മാത്രം ഒരു കുഴപ്പം, തന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഒരു സംശയം, അകാരണമായൊരു സംശയം ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരാൾ. അതുപോലെ തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പോലെയുള്ള രോഗങ്ങളിൽ ഞാൻ ചെയ്തത് ശരിയായോ, കഴുകിയത് വൃത്തിയായോ, വാതിൽ കൂട്ടിയത് ശരിയായോ എന്നുള്ള ചിന്ത മാത്രമായിരിക്കാം അവരുടെ പ്രശ്നം. രണ്ടാമത് വികാരത്തിന്റെ തലങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ വിഷാദ രോഗത്തിന്റെ അവസ്ഥകൾ, ഉന്മാദത്തിന്റെ അവസ്ഥകൾ, ഉത്കണ്ഠയുടെ അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. മൂന്നാമതായി പെരുമാറ്റത്തിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങളിൽ വ്യക്തിശുചിത്വം, തന്നിരുന്നുള്ള വർത്താനം, പിറുപിറുക്കൽ തുടങ്ങിയ പെരുമാറ്റ വൈകല്യങ്ങൾ കണ്ടേക്കാം. ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങളിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഡിമെൻഷ്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ വഴിയിൽ കാണുന്ന കുപ്പിയും പാട്ടയും ഒക്കെ പറക്കിയെടുത്തെന്ന് വന്നേക്കാം. ഇത് ഭാവിയിൽ ഉപയോഗപ്രദമാകുമെന്നൊക്കെ പറഞ്ഞ് അവർ സൂക്ഷിച്ചേക്കാം. ഇത്തരത്തിൽ പെരുമാറ്റത്തിലുള്ള ചില പ്രശ്നങ്ങൾ. ഈ 3 തലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് മാനസിക ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ സംശയിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വന്നേക്കാം, എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തയിൽ, എൻ്റെ പെരുമാറ്റത്തിലും, എൻ്റെ വികാരങ്ങളിലുമൊക്കെ ചില വ്യതിയാനങ്ങൾ ഞാൻ കാണാറുണ്ടല്ലോ, എനിക്കെന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് നമ്മളും സ്വാഭാവികമായി ചിന്തിച്ചേക്കാം. ഈ 3 തലങ്ങളിലെ പ്രശ്നങ്ങൾ എൻ്റെ സ്വാഭാവികമായ ഒരു ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരു മാനസിക ആരോഗ്യ പ്രശ്നമായി നമ്മൾ പരിഗണിക്കുന്നത്. സ്വാഭാവികമായ തലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസം, ഒരാളുടെ സാമൂഹ്യമായ ജീവിതം, ഒരാളുടെ തൊഴിൽ മേഖലകൾ, ഒരാളുടെ വൈവാഹിക ജീവിതം, ഇത്തരം മേഖലകളിൽ ഈ 3 തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുമ്പോഴാണ് ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്ന് ഒരു വിദഗ്ധൻ നിർണയം നടത്തുന്നത്. അതുകൊണ്ട് എന്നെ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ രസകരമായൊരു ചോദ്യമാണ്. പക്ഷേ ഒരു മാനസികാരോഗ്യ വിദഗ്ധനും അപ്പോൾ തന്നെ മറുപടി പറയാൻ സാധിക്കില്ല. കാരണം വളരെ സങ്കീർണമായ വിശകലനത്തിന് ശേഷം മാത്രമേ ഒരു നിർണയം നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ.